അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിമ കുഞ്ഞോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല കേട്ടോ. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ. ഡ്രൈവിങ്ങിൻ്റെ പ്രാക്ടീസ് ക്ലാസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിരുന്നതാണ്. അതിൻ്റെ ടെസ്റ്റും കഴിഞ്ഞിരിക്കുന്നു. അതിൽ 8 കിട്ടി, എച്ച് പൊട്ടി. ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ്, ഇനിക്ക് ഞാൻ വീണ്ടും ടെസ്റ്റിന് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ എഴുതി കൊടുത്തതിൽ അടുത്ത ടെസ്റ്റ് വരാറായി. അപ്പോൾ അതിൻ്റെ എച്ചിൻ്റെയും റോഡ് ക്ലാസ്സിൻ്റെയും പ്രാക്ടീസ് ക്ലാസ്സിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ ഉള്ളൂ പ്രാക്ടീസ് ക്ലാസ്. അപ്പോൾ ഇന്ന് എൻ്റെ സബ്ജക്റ്റിൻ്റെ എക്സാം, ഇന്നലെ മിഞ്ഞാന്നും എൻ്റെ സബ്ജക്റ്റിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പോവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ആവാറായിക്കണു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ക്ലാസ്സിന് എന്തായാലും ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ശനിയാഴ്ചയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോണ വിശേഷം, അതേപോലെ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ വട്ടുള്ളിയിലത്തെ നോമ്പ് തുറയാണ്. ഞാൻ പോണില്ല കേട്ടാ. അപ്പോൾ ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാണാം, ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുള്ള കുറച്ച് വിശേഷങ്ങളും കാണാം. അപ്പോൾ ഓക്കെ, ബായ്. അങ്ങനെ മാട്ടായിൽ ബസ്സിന് കത്തിക്കാണ് കേട്ടോ. 9:30 മണിയായിട്ടുള്ളൂ. പക്ഷേ 9:30 മണിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര ഇപ്പം തന്നെ നല്ല ചൂട് തുടങ്ങിക്കണു. അപ്പോൾ ഇനി അവിടേക്ക് എത്തിയുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ബസ് കിട്ടി, ഞങ്ങളിവിടെ ഇറങ്ങി. എൻ്റെ കൂടെ നിഷത്താത്തി ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഡ്രൈവിംഗ് ക്ലാസ് എടുക്കുന്ന ടീച്ചറും കൂടിയാണ് നിഷത്താത്ത. എൻ്റെ കുടുംബക്കാരിയും കൂടി കേട്ടോ. വട്ടുള്ളിയിൽ നിന്ന് ആളും കയറിയിട്ടുണ്ടായിരുന്നു ബസ്സിൽ. അങ്ങനെ കറുവത്തൂർ മതിലിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. അവിടേക്ക് നടന്നെത്തുമ്പോഴത്തേനും ഒരു വിധമാവും. പിന്നെ കൂടെ ഒരാളുള്ള കാരണം അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നല്ല സമാധാനം കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ മുന്നു മക്കളെ ഒരുപാട് പേരായിരുന്നു. നാളത്തെ പിന്നെ 27-ാം തീയതി ടെസ്റ്റിനും അടുത്ത ടെസ്റ്റിനൊക്കെ ഉള്ള കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അല്ലാ, വെയിലെത്തിയിരുന്നിട്ട് എന്തോ ഒരു ചൂടാണോ, ചുട്ട് പൊള്ളണ വെയിൽ അറിയില്ലേ. അങ്ങനത്തെ വെയിലെത്തിയിരുന്നിരുന്ന് എനിക്കൊരു 10-15 ക്ലാസ് മറ്റേ സ്കൂട്ടിയുടെ ക്ലാസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം എൻ്റെ എച്ച് ക്ലാസ്സിൻ്റെ ഇതായിട്ടില്ലായിരുന്നു. ഓരോരുത്തരും എച്ച് ക്ലാസ്സിന് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ച് ഞാൻ എന്തായാലും സ്കൂട്ടി ഓടിക്കട്ടെ എന്ന് ചോദിച്ച്. അങ്ങനെ എൻ്റെ ഒരു 15 ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ടെസ്റ്റ് വന്നിട്ട് ഞാൻ ടെസ്റ്റിന് പോയിട്ട് അത് കിട്ടി. അപ്പോൾ 15 ക്ലാസ്സിന് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ സ്കൂട്ടി സ്കൂട്ടിയൊക്കെ ഓടിച്ച് കുറേ നേരം കഴിഞ്ഞ് തളർന്ന് നോക്കുമ്പോൾ അവിടെ വന്ന് കയറി. പിന്നെയും കുറേ നേരം ഇരുന്നു. അങ്ങനെ ലാസ്റ്റ് എച്ച് ക്ലാസ്സിനുള്ള ഒരു ഫ്രണ്ടും കൂടി കയറിയിട്ടോ. അങ്ങനെ അവർ കയറിയതിൻ്റെ ശേഷം അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ കയറിയത്. ഏറ്റവും ലാസ്റ്റായിരുന്നു എൻ്റെ വെയിൽ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുണ്ടാവില്ലേ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ചൂട് ആ കാറൊക്കെ ഉണ്ടല്ലോ പൊളിയാറായിക്കണു. ഞാനാണ് കേട്ടോ ഇരിക്കണത്. അതിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ആള് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാനും എച്ച് ക്ലാസ് ഇട്ടിട്ട് അവിടുന്ന് പോരുമ്പോഴത്തേനും 12:45 1 മണി ആവാറായിക്കണു കേട്ടോ. അമ്മാതിരി നട്ടുവച്ച വെയിലത്താണ്. ഇൻ്റെക്ക് 9:30 മണിക്ക് പോയിട്ട് കിട്ടിയ ക്ലാസ് അപ്പോഴാണ്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ആയത് കാരണം എനിക്ക് റോഡ് ക്ലാസ് കിട്ടിയിട്ടൊന്ന്. ബുധനാഴ്ച റോഡ് ക്ലാസ് ഉണ്ടാവാറില്ല, എച്ച് ക്ലാസ് മാത്രമേ ഉള്ളൂ. റോഡ് ക്ലാസ്സിന് വേറെ വരണം. റോഡ് ക്ലാസ്സിന് വേറെ വന്നിട്ട് റോഡ് ക്ലാസ് എടുക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ ഏതായാലും ക്ലാസ് കഴിഞ്ഞ് മുടക്കി വന്ന കാരണം സാറിൻ്റെ അടുത്ത് വെച്ചു ഞാൻ ഏതായാലും റോഡ് ക്ലാസ്സും കൂടി എടുക്കട്ടെ എന്ന് വെച്ച്. അങ്ങനെ ഒരു 4 ക്ലാസ്സോളം എച്ച് ക്ലാസ് ഇട്ടു കേട്ടോ. ഞാനിപ്പോൾ അന്ന് ഒരു 2 മാസം ആയിണ്ടാവും എച്ച് പോയിട്ട് അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെ കാറും ബൈക്കും തൊട്ടിട്ടില്ല. ഇന്നാണ് പിന്നെ വന്നിട്ടൊക്കെ തൊട്ടുന്നത്. അങ്ങനെ എച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടുന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ഓഫീസിൻ്റെ അവിടേക്ക് വന്നു. സാറിനെ വിളിച്ച് സാറിനോട് ചോദിച്ചു ഒന്ന് റോഡ് ക്ലാസ് എടുക്കട്ടെ. ഭാഗ്യത്തിന് ഇപ്പോൾ സാറ് പറഞ്ഞു കേട്ടോ, അന്ന് ഏതായാലും അങ്ങോട്ട് വണ്ടി പോകണതല്ലേ, അന്നാണ് റോഡ് ക്ലാസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് കറുവത്തൂരിൽ നിന്ന് മാട്ടായ വരെ വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടൊന്ന്. അങ്ങനെ അൽഹംദുലില്ലാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കാർ എടുക്കുകയാണ് കേട്ടോ. ഇന്ന് എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മാഷാ അല്ലാഹ് കുഴപ്പമില്ല, അങ്ങനെ എടുത്തു. അന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നിരുന്നു. നന്നായിട്ട് ഓടിക്കും പിടിക്കുകയൊക്കെ ചെയ്തിരുന്നതാ. എച്ചൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് അറിഞ്ഞിരുന്നതാ. എന്നിട്ട് അറിയണ എച്ച് കൊണ്ടുപോയിട്ട് ഞാൻ പൊട്ടിച്ചു. ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് 15 ക്ലാസ്സാണ് ആകെ 8 ക്ലാസ് മറ്റേ സ്കൂട്ടിയുടെ ക്ലാസ് കിട്ടിയിട്ടുള്ളൂ.
അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കെട്ട് എന്തായാലും പോവും, ഇനി അടുത്ത ക്ലാസ്സിന് എഴുതാ അല്ല എന്താണ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, റീടെസ്റ്റിന് കൊടുക്കാമെന്നൊക്കെ. പക്ഷേ ആ വിചാരിച്ച ക്ലാസ് അൽഹംദുലില്ലാ 8 കിട്ടുകയും ചെയ്തു. അറിയുന്ന ക്ലാസ്സായിരുന്നു എച്ചും റോഡൊക്കെ, അത് കൊണ്ടുപോയി കളയുകയും ചെയ്തു. പിന്നെ എല്ലാത്തിനും ഒരു തോൽവി ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് എന്തുകൊണ്ടാണ് പോയത്, എന്തുകൊണ്ട് ഞാൻ അത് ഭാഗം ശരിയാക്കണം. കഷ്ടപ്പെടാതെ ഒരു കാര്യം നടക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സന്തോഷങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ അതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷം ഞാൻ കണ്ടെത്താറുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നേടിയെടുക്കണമല്ലോ ഓരോ കാര്യങ്ങളും. ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ ഏതൊരാൾക്കും കഷ്ടപ്പാടിലൂടെ മാത്രം തന്നെയാണ് സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. നമുക്ക് വെറുതെ ഇരുന്നാൽ ഒരു കാര്യം നമുക്ക് നടക്കില്ല. അങ്ങനെ അൽഹംദുലില്ലാ അവിടുന്ന് മാട്ടായ വരെ കാറോടിച്ച് പോകാൻ ക്ലാസ് കിട്ടിയിട്ടോ എനിക്ക്. ചൂടും വേവൊക്കെ അതൊരു വഴിക്ക് പോകുന്നുണ്ട്, എന്നാലും ഇതൊരു സന്തോഷം. അങ്ങനെ മാട്ടായിൽ വന്നിറങ്ങി ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ട് അവിടേക്ക് എത്തിയപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ അതിൻ്റെ മേലുള്ള ചേച്ചിമാരൊക്കെ കണ്ട് അവരോട് സംസാരിച്ചിട്ടാണ്. അപ്പോൾ ക്യാമറ ഓണാക്കി വെക്കുമ്പോൾ അവർ രണ്ടാളും അയ്യോ ഞങ്ങളെ പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പോയതാട്ടോ. ക്യാമറ മാറ്റി പറഞ്ഞപ്പോൾ പിന്നെയും വന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സന്തോഷമായത്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു തണലാണ് മക്കളെ, തണൽ. അങ്ങനെ വീട്ടിലെത്തി, കുളി കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. ഒന്ന് കിടന്നു. അപ്പോഴാണ് ആ വേവും ചൂട്ടുന്നോണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ AC. ഇവിടെ നല്ല സുഖമാണ് കേട്ടോ. മേലൊക്കെ ഉള്ള കാരണം അടിയിലേക്ക് നല്ല തണവാണ്. ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല സുഖമായിട്ട് നമുക്ക് കിടക്കാം. എവിടെ പോയാലും നമ്മുടെ വീട്ടിലേക്ക് എത്തിയാലാണ് നമുക്കൊരു സമാധാനമുള്ളൂ അല്ലേ. അത് ഏത് ആൾക്കാർക്കായാലും, എത്ര കുഞ്ഞി വീടായാലും, ക്വാർട്ടേഴ്സ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, ഓലപ്പേരായിക്കോട്ടെ, എന്ത് വീടായാലും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എണീറ്റ് നോക്കുമ്പോഴത്തേനും ഇക്കാവ് വന്നു. അപ്പോഴത്തേനും നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇക്കാവ് പറഞ്ഞു മക്കളോട് മാറ്റാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ ഒരുങ്ങുകയാണ്. കാരണം സമൂഹ നോമ്പ് തുറക്ക് പോവുകയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ കേട്ടോ. ഇക്കാക്ക് അവിടെ നിന്ന് വിളി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വട്ടുള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, എവിടെ ചോദിച്ചിട്ട്. ഇവരെ മാറ്റിൽ ചെയ്യണ്ടേ. ഇക്കാവ് വീഡിയോ കണ്ടപ്പോഴുള്ള റിയാക്ഷനാണ് കേട്ടോ. അങ്ങനെ മറ്റാളുടെയും മാറ്റിൽ കഴിഞ്ഞ് രണ്ടാളും കൂടിയിട്ട് ഇപ്പച്ചിയുടെ കൂടെ കിണി കെട്ടി പോവുകയാണ് കേട്ടോ. അപ്പച്ചിക്ക് എവിടേക്ക് പോകുമ്പോഴും മക്കളിനായിട്ട് പോക്കന്നെ പണി. എവിടേക്ക് പോകുമ്പോഴും ചോദിക്കും ഉണ്ടോന്ന്. കളി കാണാൻ പോകുമ്പോഴടക്ക പൊന്നുനായിട്ട് പോവും. ഫാത്തിമ പിന്നെ പോക്ക് നിർത്തിയതാ. പൊന്നു ഇപ്പോഴും കളി കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ പോവും. അങ്ങനെ അവർ പോയതിൻ്റെ ശേഷം ഇക്ക് നോമ്പുറക്കാനുള്ള വെള്ളം കലക്കാനും ഫ്രൂട്ട്സ് നുറുക്കാനൊക്കെ നിന്നു കേട്ടോ. എനിക്ക് നോമ്പുറക്കണ്ടേ, അവരവിടെ പോയിട്ട് നോമ്പുറക്കട്ടെ, ഞാൻ ഇന്ന് ഇവിടെ ഒറ്റക്ക് നോമ്പുറക്കട്ടെ. അപ്പോൾ ഇന്ന് നോമ്പുറക്കാൻ ഞാൻ ഒറ്റക്കുള്ളൂ കേട്ടോ. എനിക്ക് നോമ്പുറക്കാനുള്ള വിഭവങ്ങൾ ഇതാ ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ നോമ്പുറക്കാനുള്ള വിഭവങ്ങൾ. അപ്പം ഇന്ന് ഞാൻ ഒറ്റക്ക് നോമ്പുറക്കുകയാണേ. ഇന്ന് കായും കുട്ടികൾ അങ്ങോട്ട് പോയ കാരണം ഇപ്പം നോമ്പായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റക്ക് നോമ്പുറക്കണത്. ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞൂട്ടാ, ഇനി വയ്യ, ഇത്ര ദിനം കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി കാലിയാക്കി. അൽഹംദുലില്ലാ, ഇനി വയ്യ. ഇൻഷാ അല്ലാഹ് അടുത്ത നിസ്കാരം കഴിഞ്ഞിട്ട്. ഇത് ഇന്നലെ രാത്രി വട്ടുള്ളി സെൻറ്ററിൽ സമൂഹ നോമ്പ് തുറക്കുള്ള ഫുള്ള് സെറ്റാക്കിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും നല്ല കൂട്ടായ്മയോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും മാഷാ അല്ലാഹ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് മുതൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാലോ എല്ലാവരുടെയും വട്ടുള്ളിയുള്ള എല്ലാവരുടെയും കൂട്ടായ്മയും പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോണത് കേട്ടോ.
നല്ല അടിപൊളി നോമ്പ് തുറയായിരുന്നു. എഴുതി കൊടുക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇനി പുറംലോകം കണ്ടെന്നേ വരില്ല എന്നുള്ള വിവരം ഞങ്ങൾ ആ സത്യം അമ്മയോടും ഭാര്യയോടും ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവര് സന്തോഷിച്ച് അല്ലെ കൈയൊക്കെ കൊട്ടി ഇരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും അല്ല, അവര് സങ്കടം വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അമ്മ ഒരു ഭാഗത്ത്, ഭാര്യ വേറൊരു ഭാഗത്തൊക്കെ കരച്ചിലും അല്ലെ ബഹളൊക്കെ ആയി. പക്ഷെ അവരുടെയൊക്കെ കരച്ചിലിന് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അയ്യോ എന്റെ മകനെ പിടിച്ചിട്ട് പോയി എന്നൊക്കെയുള്ള രീതിയിലല്ല കരഞ്ഞത്. ഈ അമ്മ ശാപവാക്കുകൾ പറഞ്ഞിട്ടാണ് കരയുന്നത്. കാരണം എന്നെ ഒന്ന് കൊന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. കാരണം ഇയാളുടെ അച്ഛൻ ഇയാൾക്ക് ഒരു 10-18 വയസ്സുള്ള സമയത്തെ മരിച്ചതാണ്. അപ്പൊ ബാംഗ്ലൂർ ആനിമേഷൻ കോഴ്സ് പഠിക്കണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പയ്യൻ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ പൈസ ഒക്കെ ബുദ്ധിമുട്ടിച്ചിട്ട്, അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ട് തന്നെയാണ് ഈ മകൻ ഇത്രയൊരു ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരവസ്ഥയിലെത്തി. അപ്പൊ അമ്മ പറയാണ് എന്നെ ഒന്ന് കൊന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ഭാര്യ വേറൊരു ഭാഗത്ത്, അതായത് ഈ 32 വയസ്സുകാരന്റെ കൂടെ
ഒരു 9 വർഷമായിട്ട് താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതും അവരുടേത് പ്രേമ വിവാഹമായിരുന്നു. പഠിക്കുന്ന സമയത്ത് അവന്റെ കണ്ട് ഈ നിയമങ്ങൾ ശരിയല്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പറയാറുള്ളത്. പക്ഷെ അതൊക്കെ ഒരു ഭാഗമാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം, അതായത് ഒരു 4-5 വർഷം മുമ്പ്, ഞാനിപ്പോ 7 വർഷമായിട്ട് എക്സൈസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. 4-5 വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് വളരെ എന്താണ്, ഹൃദയത്തിൽ തട്ടിയൊരു കാര്യമായതുകൊണ്ടും അല്ലെ, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരാളുടെ വീട്ടിൽ നിന്ന്, ഒരു 32 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ നിന്ന് 11 കിലോഗ്രാം മയക്കുമരുന്ന് കൈവശം വയ്ക്കുകയാണ്, കണ്ടെടുക്കുകയാണ്. അപ്പോ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം, ഒരാൾക്ക് എത്ര ഗ്രാം വയ്ക്കാം മയക്കുമരുന്ന് കയ്യില്? അറിയോ? എത്ര ഗ്രാം വയ്ക്കാന്ന് ആർക്കെങ്കിലും അറിയോ? എന്നാൽ ഒരു 5 അടി മാറി നിൽക്കുമ്പോഴെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഇയാൾ പ്രതീക്ഷിച്ചു. പക്ഷെ വളരെ വേദനാജനകമായിട്ട് 5 അടി മാറി നിന്ന് ചോദിച്ചപ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ അയാൾ വളരെ സങ്കടപ്പെട്ടു. കാരണം ഇത്രയും ചെവി കേൾക്കാത്ത ഒരാളാണ് എന്റെ ഭാര്യ, ഇനിയിപ്പോ എന്ത് മരുന്ന് കൊടുത്തിട്ട് വരെ നേരെയാക്കാൻ പറ്റും? അങ്ങനെ ആകെ സങ്കടമായി. എന്നിട്ട് ഏറ്റവും തൊട്ടടുത്ത്, ഭാര്യയുടെ തൊട്ടടുത്ത് പോയി നിന്നിട്ട് വളരെ സങ്കടത്തോടുകൂടി പുറത്തിങ്ങനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാനൊരു 4-5 തവണയായിട്ട് നിന്നോട് ചോദിക്കുകയാണ്, ഇന്ന് നമ്മുടെ യുവാക്കന്മാരെയും അവരുടെ ബുദ്ധിയെ ഇല്ലാതാക്കി അവരുടെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൂഢതന്ത്രം തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇപ്പൊ കോളേജിലായാലും ശരി, അതുപോലെ ഹൈസ്കൂളിലായാലും ശരി, LP സ്കൂൾ വരെ മുതൽ മേമ്പോട്ട് എല്ലാ സ്കൂളുകളും പരിപാടി ഉഷാറായി. ഉപ്പച്ചി മക്കളും തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.